ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ എലവന്തിട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമ്മൾ സോളാർ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. നമ്മളിവിടെ ഏതൊക്കെ പാനൽ ബാറ്ററി മെഷീൻ ഏതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ഇവിടെ ഒരു മനോഹരമായ ഒരു വീടിൻ്റെ സ്ഥലത്താണ് നമ്മളിവിടെ സോളാർ ഫെൻസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പടുതാക്കുളവും മറ്റ് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ സോളാർ ഫെൻസിങ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. നമ്മളിവിടെ 2.5 ഏക്കറിലാണ് സോളാർ ഫെൻസിങ് ചെയ്തേക്കുന്നത്. ഈ വീടിൻ്റെ ബാക്കിലോട്ടാണ് സോളാർ ഫെൻസിങ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ഈ വീടിൻ്റെ സൈഡിലായിട്ട് തന്നെ നമ്മൾ ബാറ്ററി പാനലും മെഷീനും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണിത്. അപ്പോൾ വഴിയുടെ 2 വശത്തായിട്ടും ഇവിടെ മത്സ്യകൃഷിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വരാലും വാളയും സിലോപ്പിയും ഒക്കെയാണ് ഇവിടെ മത്സ്യകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മീൻ കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ ഇത് ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് ഇനിയും മിഷൻ്റെയും പാനലിൻ്റെയും ബാറ്ററിയുടെ ഒക്കെ കാര്യങ്ങൾ പോയി നോക്കാം. ഈ വീടിൻ്റെ സൈഡിലായിട്ടാണ് നമ്മളിവിടെ മിഷനും ബാറ്ററിയും പാനലാണെങ്കിൽ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പം മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാ 50,000 മെഷീനാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൺട്രോൾസൊക്കെ എപ്പോഴും പറയുന്ന പോലെ സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതാണ് ഓൺ ഓഫ് ബട്ടണാണ് ഇത്. അതുപോലെ തന്നെ ഇത് എക്സ്ട്രാ പവറിൻ്റെ സ്വിച്ചാണ്. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ 12 അവേഴ്സും 24 നമുക്ക് 24 ഇട്ട് ഫുൾ ടൈം ഓൺ ആയിരിക്കും. 12 വിട്ട് കഴിഞ്ഞാൽ രാത്രി മാത്രമേ കാണത്തുള്ളൂ. ഇത് നമുക്ക് DC ബൾബൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് അലാറത്തിൻ്റെ സ്വിച്ചാണ്. ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇൻഡിക്കേറ്റേഴ്സാണ്. ഇത് പവർ ഓണിൻ്റെ ഇൻഡിക്കേറ്റർ, ചാർജിങ്ങിൻ്റെ, ബാറ്ററി ലോഡ്. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു കണക്ഷൻ കൊടുത്തേക്കുന്നത് വെച്ചാൽ അലാറത്തിൻ്റെയാണ്. അതുപോലെ അടുത്തതെന്ന് പറഞ്ഞാൽ സെൻസിറ്റിവിറ്റിയുടെ സ്വിച്ചാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ 75-ൻ്റെ ബാറ്ററിയാണ് വെച്ചിരിക്കുന്നത്. എക്സൈഡിൻ്റെ 75-ൻ്റെ ബാറ്ററിയാണ്. അതുപോലെ തന്നെ നമുക്ക് പാനൽ ഷീറ്റിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ടുണ്ട്. 100-ൻ്റെ പാനലാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയി ഇനിയും മേളിലൊക്കെ പോയി കണ്ടിട്ട് വരാം. നമ്മൾ ആ വീടിൻ്റെ ഭാഗത്തായിട്ടാണ് നമ്മൾ മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ലൈൻ ഇങ്ങനെ എടുത്തിട്ട് നേരെ വന്ന് നമ്മളുടെ ലൈനിലേക്ക് കണക്ട് ചെയ്തേക്കുവാണ്. എർത്ത് വന്നിട്ട് നേരെ എർത്ത് റോഡിലേക്ക് കണക്ട് ചെയ്ത് അവിടുന്ന് ഒരു വയർ വന്ന് നേരെ എർത്തിലേക്ക് വന്നു. ഫേസ് ലൈൻ നേരെ വന്നിട്ട് നമ്മൾ ഫേസിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് പോയി മറ്റു കാര്യങ്ങളൊക്കെ പോയി കണ്ടിട്ട് വരാം. അതുപോലെ തന്നെ ഇവിടെ കോഴി ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആയിട്ട് കോഴി ഫാമും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതിനുശേഷം നമ്മളിങ്ങനെ ലൈനൊക്കെ ഇങ്ങനെ നോക്കി വരികയാണ്. ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 അടിയുടെ T ആംഗിളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. T ആംഗിളർ നമ്മൾ ബുഷും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം 4 ലൈനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 4 ലൈൻ നമ്മളിങ്ങനെ വലിച്ച് ഇങ്ങനെ പോയേക്കുവാണ് ഇവരുടെ വസ്തുവിലൂടെ. ഇതിൽ 4 ലൈനിൽ താഴത്തെ ഫേസാണ് സെക്കൻഡ് ന്യൂട്രൽ, ബാക്കി ഫുള്ള് ഫേസ്. അങ്ങനെ കൊടുത്തേക്കുന്ന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയ പന്നിക്കുട്ടികൾ തന്നെ വന്നാൽ തന്നെയും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ അടി കൂടെ തലയിട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് അടി കിട്ടും. ഈ സ്ഥലത്ത് തലയിട്ടാൽ ഇവിടുന്ന് 2 ഇടത്തൂടെയും കിട്ടും. ഇവിടെ ന്യൂട്രൽ വരുന്നുണ്ട്, ഇവിടെ പാപ്പർ നല്ലതായിട്ട് കിട്ടും. മേളിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അവിടെയും കിട്ടും. നമ്മൾ പക്ഷേ നേരത്തെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെയായിരുന്നു കൊടുക്കുന്നത്. താഴെ നോട്ട് എടുത്ത് മുകളിലേക്കും ഫുള്ള് ഫേസ് കൊടുക്കുന്ന സമയത്ത് താഴെ കൂടെ ഈ കുട്ടി പന്നികളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അകത്ത് കയറുമായിരുന്നു. ഇപ്പോൾ ആ ഒരു പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുക്കുന്നത്. പക്ഷേ അപ്പോൾ താഴെ നമ്മൾ ഫേസ് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ലൈൻ പോകുന്ന സ്ഥലത്ത് എപ്പോഴും നമ്മൾ ക്ലിയർ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ 3ാമത്തെ പടുതാക്കുളമാണ്. ഇവിടെ വലിയ രീതിയിലാണ് ഒരു പടുതാക്കുളം. എന്തോട്ടാ? നാച്ചുറൽ പോണ്ട്. പടുതാക്കുളം അല്ല, നാച്ചുറൽ പോണ്ടാണ്. ഇവിടെ നമ്മൾ ചേട്ടാ ഏത് മീനാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്? വാളയാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഈ വാള എന്ന് പറയുന്നത് 5-6 കിലോ വരെ വരും 6 മാസം കൊണ്ട്. തീറ്റയുടെ അനുസരിച്ച് തീറ്റ കൊടുക്കുന്നതിൻ്റെ അനുസരിച്ചാണ്. ഇപ്പോൾ പ്രോട്ടീൻ തീറ്റയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു 6-7 മാസമാകുമ്പോൾ വിളവെടുപ്പ് നടത്താം. ഇപ്പൊ എത്ര നാളായി ഇതിപ്പോ എത്ര 3 മാസം 3 മാസത്തോളമായി. പെട്ടെന്നായിരിക്കും വളർച്ച. പിന്നെ 6 മാസം 7-ാം മാസം വിളവെടുപ്പ് നടത്താം. ബ്രിട്ടീഷ് പിന്നെ ഈ നെയ്യ് ആയി കഴിയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. കോഴിക്കോട്ടിലെ അങ്ങനെയുള്ള വേസ്റ്റുകൾ ഞങ്ങൾ കൊടുക്കാറില്ല. ഉള്ളി പ്രോട്ടീൻ ഫുഡ് മാത്രം. അപ്പം നിങ്ങൾക്ക് ഇത് ഇങ്ങനത്തുള്ള മീനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് കാണിച്ചാൽ ഇത് ഈ ഒരു തീറ്റയാണ് നമ്മളിവിടെ കൊടുത്തോണ്ടിരിക്കുന്നത്. പറഞ്ഞോളൂ. പെല്ലറ്റ് ടൈപ്പ്. ഓക്കെ. പെല്ലറ്റ് ഫീഡ് കൊടുത്ത് വളർത്തുന്നതുകൊണ്ട് ഇതിന് മറ്റ് ദോഷഫലങ്ങളൊന്നുമില്ല. നെയ്യ് കയറി കണ്ടമാനം മുറ്റുവോ അല്ലെന്നൊരു അങ്ങനെയുള്ള ഒന്നുമില്ല. കോഴി വേസ്റ്റ് ഒക്കെ കൊടുത്ത് വളർത്തുമ്പോൾ മാത്രമാണ് ഇത് രുചി വ്യത്യാസം ഉണ്ടാകുന്നത്, നെയ്യ് കൂടുതൽ ഉണ്ടാകുന്നതൊക്കെ. ഫിഷറീസിൻ്റെ പന്നിവേലിച്ചിറയിൽ നിന്നാണ് നമുക്കിതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലുള്ള മീനുകളെ കാര്യമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ആദ്യം കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മീനോട്ടുള്ള എല്ലാ ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ചേട്ടനാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇവർ രണ്ടുപേരോട് ചേർന്നാണ് ഇവിടെ മീൻ കൃഷി ചെയ്യുന്നത്. അതുപോലുള്ള മറ്റ് കൃഷികളെല്ലാം ഇവർ തമ്മിൽ ചേർന്നാണ്. അഗ്രികൾച്ചറിലെല്ലാം ഉണ്ട്. പിന്നെ പച്ചക്കറി, വാഴ, ഏത്തവാഴ, കോഴി കൃഷി. നാടൻ കോഴിയെ അടവെച്ച് വിരിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇൻക്യുബേറ്ററിനകത്ത് അടവെച്ച് വിരിക്കുന്നതാണ്. പിന്നെ കോഴിയുടെ വിൽപ്പനയുണ്ട്. നാടനേ ഉള്ളൂ, നാടൻ കോഴിയേ ഉള്ളൂ. അല്ലാതെ മറ്റേ V380 അങ്ങനെയുള്ള ഒന്നുമില്ല. അതുകൊണ്ട് അടിച്ചു വിട്ടേക്കുന്നുണ്ട് പൂവൻ കോഴി തരുന്നത്. അത് 3 മാസം ആയതേ ഉള്ളൂ. ആ, നല്ല വലിപ്പം ഉണ്ടാകുന്ന കോഴിയാണ്. ഇവിടെ സോളാർ ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടേ എങ്ങനെയുണ്ട് നേരത്തെ? അതുകൊണ്ട് നല്ല ഇപ്പൊ പട്ടി വരത്തില്ല. മറ്റേ പട്ടി കയറുമായിരുന്നു, പട്ടി കയറി കോഴിയെ പിടിക്കുമായിരുന്നു. വളരെ 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 ഭംഗിയായി പോയി. പട്ടി കയറുന്നില്ലല്ലോ, പട്ടിയും പൂച്ചയൊന്നും വരുന്നില്ല ഇപ്പൊ. ഇല്ല. പന്നി ശല്യം ഇപ്പൊ എങ്ങനെയുണ്ട്? പന്നി വരുന്നതായില്ല. പന്നി ആദ്യത്തെ ദിവസം തന്നെ അടി വാങ്ങിച്ചോണ്ട് പോയതാ, വിഷോ കടിച്ചത്. പിന്നെ വന്നിട്ടില്ല. പിന്നെ പന്നി വന്നിട്ടില്ല. ഇതിനകത്ത് കയറുന്നത് നേരത്തെ ഭയങ്കര ശല്യമായിരുന്നല്ലേ? 10-16 മുഴുവൻ സാധനം നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പൊ ഒരു ശല്യം വരത്തില്ല. ഇപ്പൊ 7 അത്രേ ഉള്ളൂ. അത് തന്നെ. പട്ടിയും വരത്തില്ല, പൂച്ചയും വരത്തില്ല. വേലിക്ക് അപ്പുറത്ത് നിന്നിട്ട് കുത്തി ഇളക്കി വെച്ചൊക്കെ പോകുന്നുണ്ട്. അല്ല വേലിയെ ഒരിക്കലും വരാറില്ല. ആവശ്യമായിട്ട് കാണുന്ന വഴി തെറ്റി വന്നതാ. ഇത്രേ ഉള്ളൂ. ഫുൾ സെക്യൂർ ആണ് നമ്മുടെ ഈ 2 ഏക്കർ എന്ന് പറഞ്ഞ സോളാർ ഫെൻസിങ്. വനത്തിന് തുല്യ ബാക്കിയുള്ള ഏറിയ എല്ലാ കൃഷിക്കും ഒരു കൃഷിക്ക് ഡാമേജ്. ഇവിടെ എന്തൊക്കെ കൃഷിയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്? ഇപ്പൊ ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് ഏത്തവാഴ, ചീമച്ചേമ്പ്, പിന്നെ കണ്ണൻ ചേമ്പ്, കിഴങ്ങ്, കാച്ചില്, പിന്നെ ഉഴുന്ന്, പയറ്, എല്ലാ പരിപാടിയും ഉണ്ടല്ലോ. മഞ്ഞള്, അങ്ങനെ അങ്ങോട്ട് ഐറ്റങ്ങൾ കൃഷിയുണ്ട്. ഓക്കെ. അപ്പൊ ആർക്കെങ്കിലും ഇത് വാങ്ങിക്കാൻ താല്പര്യം ഇവിടെ വന്നാൽ കിട്ടുമോ? അപ്പൊ അങ്ങനെയാണോ അതോ? ഇവിടെ നല്ല സൈറ്റിൽ കൊടുക്കും. വിപണിയിൽ കൊടുക്കും. വിപണിയിലെല്ലാം ഇവിടെ നമ്മൾ കൊടുക്കും. പിന്നെ ഇലവന്തിട്ട് ഒരു വിപണിയുണ്ട് നമ്മുടെ, അവിടെയും കൊടുക്കും. അവിടെ നമ്മൾ കൊടുക്കുന്ന വില ആ വിലയ്ക്ക് തന്നെ കർഷകർക്ക് ആവശ്യക്കാർക്ക് കൊടുക്കും. അവര് നമ്മുടെ വിപണി. അപ്പം നമ്മുടെ സോളാർ വെച്ചനൊക്കെ എല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അടിപൊളിയാണ്. ഓക്കെ. അപ്പം ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ? മറ്റേ ഇതിങ്ങനെ വല്ലതും കാണാൻ പറ്റുമോ? ഇത് കാണണമെങ്കിൽ ഇവിടെ പോകണം. പന്നി കയറുന്ന പറഞ്ഞാൽ ഒരാളല്ലല്ലോ, ഒരൊറ്റക്കല്ലല്ലോ വരുന്നത്. 16 പന്നി 17 പന്നി ഒന്നിച്ചായിരുന്നു വരുന്നത്. ഒരുമിച്ച് ഗ്യാങ് ആയിട്ട് കയറി ആക്രമിച്ചിട്ട് പോകും. അതെ, ആക്രമിച്ച് കുത്തി നിരപ്പാക്കി. ഇതൊക്കെ സെക്കൻഡ് കണ്ട് നിരപ്പാക്കും. ഇപ്പൊ ഒരു പട്ടിക്കുഞ്ഞു കയറത്തില്ല. പട്ടിക്കുഞ്ഞ് പോയി പട്ടികൊക്കെ കയറി അടി വാങ്ങിച്ച്. മറ്റേ കോഴി 40 കോഴിയായി സോളാർ വെക്കുന്ന ഒരാഴ്ചക്ക് മുമ്പ് പിടിച്ചത്. 40 കോഴിയെ പട്ടി പിടിച്ചോണ്ട് പോയി. പിടിച്ച് കടിച്ചു കൊന്നിട്ടിരുന്നു കൂട്ടി. എന്റെ അമ്മ. അത് കഴിഞ്ഞിട്ട് ഇത് വെച്ചതോടുകൂടി പട്ടി പഞ്ചായത്ത് കയറി അടുത്ത് കയറിയില്ലെങ്കിലും വരത്തില്ല. പന്നി ശല്യമില്ല, പട്ടി ശല്യമില്ല, പൂച്ച ശല്യമില്ല. ഫുള്ള് പൂച്ച വന്ന് ഇതാ കയറി എങ്ങനെയും കൈ എടുത്ത് വെക്കുകയോ ടച്ച് ചെയ്ത് പൂച്ചയ്ക്ക് കടി വാങ്ങിച്ചുകൊണ്ട് പൂച്ചയും വരത്തില്ല. വരത്തില്ല. പിന്നെ ഒരു ജീവിയെ പിന്നെ ഇതിനകത്ത് കണ്ടിട്ടില്ല. പാമ്പ് ചേര കയറി വരും. ചേര കയറി വരും. വേറെ ഒന്നും വരുന്നില്ല. പിന്നെ വളരെ സന്തോഷമായി. നിങ്ങളുടെ കൃഷി ഭൂമിയിലും ഇതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്, നമ്മളെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. സോളാർ ഫെൻസിങ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലും സോളാർ ലൈറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. പാനൽ, ബാറ്ററി, അതുപോലെ തന്നെ ഇൻവേർട്ടറുകൾ, അങ്ങനെയുള്ള എന്ത് സാധനങ്ങൾ, ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് എന്ത് വേണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ദൂരെയാണെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് പത്തനംതിട്ട ജില്ലയിൽ വെട്ടിപ്പുറം, നമുക്ക് സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ വെട്ടിപ്പുറം റോഡിൽ നമുക്ക് ഒരു ഷോപ്പുണ്ട്. വോക്കെ സോളാർ എന്നാണ് പേര്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ ഐറ്റംസും സോളാറിൻ്റെ സ്പെയർ പാർട്സും കാര്യങ്ങളും എല്ലാം അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഓക്കെ, അവിടെ തീർച്ചയായിട്ടും അവിടെ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്.